എറണാകുളം കളക്ടറേറ്റിലാണ് KSEB ഫ്യൂസ് ഊരിയത്. കുടിശ്ശിക വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂസ് ഊരി എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാളിറ്റി കൺട്രോൾ റീജിയണൽ ലാബറട്ടറിയാണ്. നേരത്തെ നമ്മൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസ് കണ്ടിരുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. ഫാനുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. പലർക്കും ജോലി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. രാവിലെ ഇവർ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ മനസ്സിലായത്. മാത്രമല്ല ഇപ്പോൾ ഈ UPSൻ്റെയൊക്കെ ഒരു ബാക്കപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജോലികൾ ഇപ്പോൾ നടക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും കളക്ടർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എറണാകുളം സിവിൽ സ്റ്റേഷനിൽ കുറച്ച് ഗവൺമെൻറ് ഓഫീസേഴ്സ്, എല്ലാ ഓഫീസേഴ്സും അല്ല, പക്ഷേ ഒരു പെൻഡിങ് ഡ്യൂസ് ഉള്ളത് കൊണ്ട് KSEB അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് മേലെ ഉദ്യോഗസ്ഥരോട് ഞാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടക്കം സംസാരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 5 മാസമായി കുടിശ്ശികയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നതാണ് ബോധ്യമാകുന്നത്. പലർക്കും ഇതുമായി ഈ കാര്യങ്ങളിൽ ജോലി എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥിതിവിശേഷമാണുള്ളത്. കറണ്ടൊക്കെ ഇല്ലാതായിട്ട് എത്ര നേരമായിട്ടുണ്ടാവും? ഞങ്ങൾ വന്ന 10 മണിക്ക് ശേഷമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. UPS അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ പ്രവർത്തനം എങ്ങനെയാണ്? ഒന്നും പ്രവർത്തിക്കുന്നില്ല. അറിയിച്ചു എന്താ പറയുന്ന അറിയില്ല. എന്തായാലും ബുദ്ധിമുട്ടിലാണ് എല്ലാ കാര്യം. അതെ അതെ. എന്തായാലും അവർക്കും പ്രതികരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതാണ് നിലവിലെ സ്ഥിതി. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണിത്. ഇതാണ് അവസ്ഥ. ഫാനുകളൊന്നും തന്നെ കറങ്ങാത്ത സ്ഥിതിയാണ്. പലരും ഈ മൊബൈലിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ തന്നെ നേരത്തെ കണ്ടിടത്ത് പോലെ ജോലി എടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ ഇതിനു മുൻപ് പോയിട്ടില്ല. പ്രത്യേകിച്ചും KSEB ചില സർക്കാർ വകുപ്പുകളായതുകൊണ്ട് ചില ഇളവുകളും കാര്യങ്ങളും ഒക്കെ നൽകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറെ കൂടി കർശനമായി കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന വാക്കാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.